മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വ്യക്തികൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ക്രിസ്ത്യൻ പള്ളിയിൽ പോയാലും മുസ്ലിങ്ങളുടെ മസ്ജിദിൽ പോയാലും അവിടെ പ്രാർത്ഥിക്കാനും അവിടെ അകത്ത് നടത്തേണ്ട ചടങ്ങുകൾക്കും ഒരു രീതിയുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? എങ്ങനെയാണ് അമ്പലത്തിൽ ദർശനം നടത്തുക? ശരിക്ക് ഹൈന്ദവ ക്ഷേത്രം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ മറ്റു മതക്കാരുടെയോ പ്രാർത്ഥനാലയങ്ങൾ പോലെയല്ല. തികച്ചും ഒരു ക്ഷേത്രം മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന മാതിരിയാണ് ഹൈന്ദവ ക്ഷേത്ര ദർശനം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശമുണ്ട്. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അല്ലയോ അർജുന, ജീവാത്മാവ് കുടികൊള്ളുന്ന നമ്മുടെ ശരീരം ക്ഷേത്രമാണ്. ആ ക്ഷേത്രം പോലെ പരമാത്മാവ് കുടികൊള്ളുന്ന സ്ഥാപനം, ആലയം, അത് ദേവാലയമാണ്. ഒന്ന് ജീവാത്മാവ്, മറ്റൊന്ന് പരമാത്മാവ്. താത്വികമായിട്ട് ജീവാത്മാവ് പരമാത്മാവിൻ്റെ തന്നെ അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ ജീവാത്മാവ് കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം പരമാത്മാവ് കുടികൊള്ളുന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് ക്ഷേത്ര ദർശനം. ഏത് കാര്യങ്ങൾ എവിടെ എപ്പോൾ ആര് ചെയ്താലും അത് അടുക്കും ചിട്ടയോടും കൂടി ചെയ്യണം. എങ്കിലേ അതൊരു കീഴ്വഴക്കമാവുള്ളൂ, അതൊരു ചടങ്ങാവുള്ളൂ, അതൊരു ആചാരമാവുള്ളൂ. ആചാരമായാലേ അതിന് സ്വീകാര്യത ഉണ്ടാവുള്ളൂ. ത്രിവർണ്ണ പതാക അത് മുകളിലേക്ക് പറപ്പിക്കുന്നതിന് ഒരു ആചാരമുണ്ട്. അത് ഉയർത്തുന്നതിന് ഒരു രീതിയുണ്ട്. അതിലെ പച്ചയും കാവിയും കളറ്, അതിൻ്റെ നീളം വീതി, അത് ഉയർത്തിയതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ, താഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. വെറുതെ ഒരു തുണിക്കഷ്ണമല്ല. ദേശീയ ഗാനം ആലപിക്കുമ്പോഴും അതിനൊരു രീതിയുണ്ട്. അതെല്ലാമാണ് അതിൻ്റെ മഹത്വത്തിന് കാരണമാകുന്നത്. അപ്പം അതേപോലെയാണ് ക്ഷേത്ര ദർശനം. കുറേ ചട്ടക്കൂടുകളുടെ അകത്തേക്ക് കൊണ്ടുവരാൻ കാരണം അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അതിന് സ്വീകാര്യത വർദ്ധിക്കുള്ളൂ. ചന്തയിലേക്ക് പോകുന്ന മാതിരി അവിടെ പോയി കണ്ടുവരുന്നതല്ല ക്ഷേത്ര ദർശനം. അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നവരോട് പറയാനുള്ളത്, പഞ്ചശുദ്ധി ഉണ്ടാവണം. നമ്മുടെ ശരീരം ശുദ്ധമായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം, നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമായിരിക്കണം, നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ ശുദ്ധമായിരിക്കണം, നമ്മളുടെ കർമ്മം ചെയ്യുന്ന പ്രവൃത്തികൾ ശുദ്ധമായിരിക്കണം. ഏത് ക്രിസ്ത്യാനിക്കും ഏത് മുസ്ലിമിനും അമ്പലത്തിലേക്ക് പോകാം. പക്ഷെ ഈ പഞ്ചശുദ്ധി വേണം. ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി വേണം. യഥാർത്ഥത്തിൽ വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുമായിട്ട് അമ്പലത്തിലേക്ക് പോകാറില്ല. പച്ച, നീല, ചുമപ്പ്, കഴിയുന്നത്രയും ഡാർക്ക് കളറുകൾ ഒഴിവാക്കാം. ഏത് തരത്തിലുള്ള ലൈറ്റ് കളറും ഉപയോഗിക്കാം. ക്ഷേത്രത്തിലേക്ക് വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണെങ്കിൽ കഴിയുന്നതും ചെരുപ്പിടാതെ നടന്നു പോവുക. കാലിൻ്റെ ചുവട്ടിലേക്കും ശരീരത്തിലേക്കും അതൊരു പ്രത്യേക തരത്തിലുള്ള എക്സർസൈസാണ്. അല്പം റഫായിട്ടുള്ള സർഫസിൽ കൂടെ നടക്കുക എന്നുള്ളത് മെഡിക്കലി അഡ്വൈസബിളാണ്. പക്ഷെ വളരെ ദൂരെയുള്ളതാണെങ്കിൽ നിർബന്ധമായിട്ട് ചെരുപ്പിടുക. പാൻറ് ഇട്ടുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ചെരുപ്പിടണം. മുണ്ടുടുത്തുകൊണ്ടാണെങ്കിൽ ചെരുപ്പിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. വളരെ അടുത്തുള്ള ക്ഷേത്രങ്ങൾക്ക്. അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഏതാണ്ട് 20 സെക്കൻഡ് സമയമാണ് തൊഴുന്നത് അഭികാമ്യം. കുറേ നേരം ഇരുന്ന് നാമം ജപിക്കാനുണ്ടെങ്കിൽ തെറ്റൊന്നുമല്ല. ഏകദേശം ഒരു 20 സെക്കൻഡ്.
ശബരിമലയിലും ചോറ്റാനിക്കരയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ 20 സെക്കൻഡ് ലഭിക്കുമെന്ന് വരില്ല. ലഭിക്കുകയാണെങ്കിൽ 5 സെക്കൻഡ് കണ്ണ് തുറന്ന് 10-15 സെക്കൻഡ് കണ്ണടച്ച് 5 സെക്കൻഡ് കണ്ണ് തുറന്ന് നമ്മൾ ശ്രീകോവിലിനകത്തേക്ക് നോക്കുമ്പോൾ ഈശ്വരനെയോ ദൈവത്തെയോ അല്ല കാണുന്നത്, ബിംബമാണ് കാണുന്നത്, ഇമേജാണ് കാണുന്നത്, ഒരു രൂപം, പ്രതിഷ്ഠ. അത് അകത്തേക്കെടുത്ത് ഇമേജ് അകത്തേക്കെടുത്ത് ഇമാജിനേഷനാണ് നടത്തേണ്ടത്, മെഡിറ്റേഷൻ. ധ്യാനിക്കുക, രൂപത്തെ ധ്യാനിക്കുക. നമുക്കൊരു രൂപമില്ലാതെ ഒന്നിനെ ധ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ധ്യാനിച്ച് അമ്പലത്തിനകത്ത് 3 പ്രദക്ഷിണം വയ്ക്കാം. ഏത് വിഗ്രഹമാണെങ്കിലും ഏത് ദേവതയാണെങ്കിലും 3 പ്രദക്ഷിണം. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കഴിയുന്നത് കൈ വീശാതെ പ്രദക്ഷിണം വയ്ക്കാം. വളരെ സ്ലോവിൽ നടന്ന് വേണം പ്രദക്ഷിണം വയ്ക്കാൻ. പ്രദക്ഷിണം വെച്ച് തീർത്ഥവും പ്രസാദവും ചന്ദനവും കളഭവും എന്തൊക്കെയാ ഉള്ളത് ചിലത് വാങ്ങിച്ച് പുറത്ത് വന്നിട്ട് ഒരു പ്രദക്ഷിണം വയ്ക്കാം. ആൽമരമുണ്ടെങ്കിൽ 7 പ്രദക്ഷിണം ആൽമരത്തിന്, സമയമുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. കാറ്റും മഴയുമുള്ള ദിവസമാണെങ്കിൽ ആൽമര പ്രദക്ഷിണത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഏതാണ്ട് ക്ഷേത്രത്തിലെ ആചാരം ഇതാണ്. ശിവന്റെ അമ്പലത്തിൽ സോമരേഖ മുറിച്ച് കടക്കാറില്ല, ഗംഗാനദിയെ കവച്ച് വയ്ക്കാറില്ല. അതുപോലെ തന്നെ ശിവന്റെ ശിരസിലൂടെ ഒഴുകുന്നത് ഗംഗയാണെന്ന് എടുക്കുകയാണെങ്കിൽ ഗംഗാനദിയെ കവച്ച് വയ്ക്കാറില്ല. ഇപ്പോൾ ഋഷികേശിലും ഹരിദ്വാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ബോട്ടിൽ ഗംഗാനദിയെ കവച്ച് വയ്ക്കുമ്പോൾ നടുക്ക് നിർത്തിയിട്ട് അവർ നാണയമിടാറുണ്ട്, ഒരു പ്രായശ്ചിത്തം. അപ്പുറത്തേക്ക് കവച്ച് വയ്ക്കുന്നതിന് പ്രായശ്ചിത്തമായിട്ട് ഇടാറുണ്ട്. ഇവിടെ നമുക്ക് 3/4 വട്ടം തിരിച്ചു വന്ന് പ്രദക്ഷിണം വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൽ അങ്ങോട്ട് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും വേദമന്ത്രങ്ങൾ ചൊല്ലുകയാണെങ്കിൽ, പുരാണമന്ത്രങ്ങളും ഇതിഹാസമന്ത്രങ്ങളും ചൊല്ലുകയാണെങ്കിലും, കർമ്മമന്ത്രങ്ങൾ ചൊല്ലുകയാണെങ്കിലും, വേദമന്ത്രം, പുരാണമന്ത്രം, ഇതിഹാസമന്ത്രം ഇവയ്ക്ക് അർത്ഥം അറിയണമെന്ന് വലിയ നിർബന്ധമില്ല. അറിയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ കർമ്മമന്ത്രത്തിനും പ്രാർത്ഥനയ്ക്കും അർത്ഥം അറിയണമെന്നുള്ളത് നിർബന്ധമാണ്. പ്രകർഷേണ യത് അർത്ഥയതി തത് പ്രാർത്ഥന. ഗ്ലോറിയസ്ലി വാട്ട് എവർ വി ആർ ആസ്കിങ്, ദാറ്റ് ഈസ് പ്രാർത്ഥന. നമ്മൾ ഈശ്വരനോട് ചോദിക്കുന്നതാണ്. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻപദം. അതിലെ ആദ്യത്തെ 2 വരി പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ 4-ാമത്തെയും വരിയും സ്തുതിയാണ്. ദൈവത്തിനോട് ചോദിക്കുന്നതാണ്, അപേക്ഷിക്കുന്നതാണ്. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതെ. നമ്മളുടെ റിക്വസ്റ്റാണ്. ഏതെങ്കിലും റിക്വസ്റ്റ് നടത്തുമ്പോൾ അർത്ഥം അറിയണമെന്നുള്ള നിർബന്ധമാണ്. വിവരിക്കുമ്പോഴും അർത്ഥം അറിയണം, അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻപദം, അത് വിവരണമാണ്, സ്തുതിയാണ്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, അത് ശരിക്ക് പ്രാർത്ഥനയാണ്. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ, അത് സ്തുതിയാണ്, അത് വിവരണമാണ്. ആഴിയും തിരയും കാറ്റും അത് വിവരണമാണ്. ഇപ്പോ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കു പോലുള്ള നിന്നിൽ സ്പന്ദമാകണം. പ്രാർത്ഥനയാണത്. റിക്വസ്റ്റ് ചെയ്യാണ് ഈശ്വരനോട്. ഇപ്പൊ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. നമ്മൾ അപേക്ഷിക്കുമ്പോൾ എന്താ അപേക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം അറിയണ്ടേ? അർത്ഥം അറിയാതെ എങ്ങനെയാ അപേക്ഷിക്കാം? മാർക്കറ്റിൽ ചെന്നിട്ട് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദിക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം അറിയണ്ടേ? എന്നാലല്ലേ അത് പ്രയോജനപ്പെടുള്ളൂ. ഇപ്പൊ വിവരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അർത്ഥം അറിയണ്ടെന്നല്ല, അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നേ പറഞ്ഞുള്ളൂ. ഏതായാലും ക്ഷേത്ര ദർശനത്തിൽ ഇതാണുള്ളത്. ഒരു ഉത്സവ ദിവസമോ പ്രതിഷ്ഠാ ദിവസമോ ഇത്രയും സ്ട്രിക്റ്റായിട്ട്
കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. ഉപദേവതമാരെ തൊഴുതിട്ട് പ്രധാന ദേവതയോ തൊഴുതണോ, പ്രധാന ദേവതയോ തൊഴുതിട്ട് ഉപദേവതയോ തൊഴുതണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ അമ്പലത്തിലൊരു ചടങ്ങുണ്ടാവും. പലപ്പോഴും അമ്പലത്തിലെ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്നത് ദേവപ്രശ്നം നടക്കുന്ന കാലത്ത്, പണ്ട് ആ അമ്പലം പ്രതിഷ്ഠിച്ച കാലത്ത് അതിലെ തന്ത്രി പല പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ആചാരങ്ങളായിട്ട് അന്ന് മുതൽക്ക് കീഴ്വഴക്കങ്ങളായിട്ടും അനുഷ്ഠാനങ്ങളായിട്ടും ഫോളോ ചെയ്യുന്നുണ്ടാവും. അത് ആണ് യഥാർത്ഥത്തിൽ ആ അമ്പലത്തിലെ രീതികൾ. പല അമ്പലങ്ങൾക്ക് പല രീതികൾ ഉണ്ടാവണം. എല്ലാ അമ്പലങ്ങൾക്കും ഒരേ രീതിയല്ല. ആ രീതിയിലുള്ള വ്യത്യാസമാണ് അമ്പലത്തെ അമ്പലമാക്കുന്നത്. ചോറ്റാനിക്കരയിലും മകന്തൊഴൽ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദേവീക്ഷേത്രത്തിലും മകന്തൊഴൽ ഇമ്പോർട്ടൻ്റ് അല്ല, ആവണമെന്നില്ല, പിന്നീട് ആക്കി തീർക്കാവുന്നതേ ഉള്ളൂ. ഗുരുവായൂർ ഏകാദശി പോലെ ആയിരിക്കില്ല വേറെ ഏതെങ്കിലും കൃഷ്ണന്റെ അമ്പലത്തിലെ ഏകാദശി, വ്യത്യാസം ഉണ്ടാവും. ഈ വൈവിധ്യമാർന്ന പ്രത്യേകതയാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്രാർത്ഥന നടത്തലും ഒരേ രീതിയിൽ വരലും ഒരേ രീതിയിൽ ഇരിക്കലും ഒരേ രീതിയിൽ നിൽക്കലുമല്ല, വൈവിധ്യമാർന്ന രീതികൾ. അത് വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട് ആചരിക്കാൻ സാധിക്കണം. പ്രാർത്ഥിക്കുന്നത് ഹിന്ദു ധർമ്മത്തിൽ വേറൊരാളുടെ നിർദ്ദേശപ്രകാരമല്ല. ഒരു പള്ളിയിലെ അച്ഛൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവർ ആമേൻ ആമേൻ എന്ന് ഏറ്റുപറയുക. അതല്ല, പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി വേറൊരുവനല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നല്ല, നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളുടെ കാര്യം നമ്മളാണ് അർച്ചന നടത്തേണ്ടത്. പക്ഷെ ശ്രീകോവിലിനകത്ത് ഓരോരുത്തർക്കും വന്ന് അർച്ചന നടത്താനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ആ പൂജാരി നടത്തുന്ന അർച്ചനയിൽ നമ്മൾ പങ്കെടുക്കലാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ എമൗണ്ട് അകത്തേക്ക് കൊടുക്കുന്നത്. നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഏതെങ്കിലും വ്യക്തി പുതിയ വീട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, നീ വീട് വെച്ച് നിനക്ക് വേണ്ടി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ചെയ്തതിൽ ഞാനും പങ്കെടുക്കുന്നു, എൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നു. അങ്ങനെ പങ്കെടുക്കലാണ് യഥാർത്ഥത്തിൽ വഴിപാടെന്ന് പറയുന്നത്. ഈശ്വരനുള്ള കൈക്കൂലിയോ ഈശ്വരന് എന്തെങ്കിലും കൊടുത്തിട്ട് സുഖിപ്പിക്കലോ, ഈശ്വരനെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവർക്ക് കിട്ടാത്തത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കലോ അല്ല. അത് ദേവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞത്തിൻ്റെ ഭാഗമാണ്. ഒരു ഗ്രാമത്തിൻ്റെ തലസ്ഥാനമാണ് ക്ഷേത്രം. ഒരു ഗ്രാമാധിപന്റെ സ്ഥാനമാണ് ക്ഷേത്ര വിഗ്രഹത്തിനുള്ളത്. ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവം ആ ഗ്രാമത്തിൻ്റെ ഉത്സവമാണ്. കുടുംബക്ഷേത്രമാണെങ്കിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വന്ന് ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ് നടത്താനുള്ള ഒരു അവസരവും കൂടിയാണ് കുടുംബക്ഷേത്രങ്ങൾ. അങ്ങനെ ക്ഷേത്രസങ്കല്പം മറ്റൊരു മതത്തിലെ ദേവാലയ സങ്കല്പവും പോലെയല്ല, തികച്ചും ഭിന്നമാണ്. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഏകദേശം ഒരു രൂപം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.